ശബരിമല എന്തൊക്കെ പറഞ്ഞാലും CPM-നെ വല്ലാതെ പിടിച്ച് ഉലയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് ശബരിമല വിഷയം UDF-ന്റെ തലയിലാണ് 95%, 5% ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ മറികടക്കാൻ CPM ഒരു പഴയ ഇത് തന്നെയാണ്, അവിടെ പുതിയതായിട്ട് ഒന്ന് പൊടി തട്ടി എടുത്തിട്ടുണ്ട്. ഗൃഹസമ്പർക്ക പരിപാടി, എല്ലാ വീടുകളിലും പോയി ഞങ്ങൾ ചെയ്തതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ച് അവരെ ബോധ്യപ്പെടുത്തുക. അപ്പം ഇത്തവണ പോയപ്പോൾ പല വീടുകളിൽ നിന്നും തിരിച്ചടി കിട്ടി. ശബരിമല കട്ടപ്പന്മാർ ജയിലിലായെങ്കിലും നിങ്ങൾ എന്ത് നടപടിയാണ് അവർക്കെടുത്തത്? പ്രത്യേകിച്ച് പത്മകുമാറിനെതിരെയാണ് ചോദിച്ചത്. പത്മകുമാറിനെതിരെ നിങ്ങൾ ഒരു നടപടി എടുത്തില്ലല്ലോ. ഇപ്പോഴും പാർട്ടിയിലുണ്ടല്ലോ പത്മകുമാർ. എന്നിട്ട് ശബരിമല അയ്യപ്പനെ കട്ടതിൽ ജയിലിലാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ CPM മിണ്ടാട്ടം മുട്ടി. ഇനി പഠിച്ചിട്ട് പോയാൽ മതി, പപ്പനെ പുറത്താക്കിയിട്ട് പോയാൽ മതി എന്നാണ് പറയുന്നത്. പപ്പനെ പുറത്താക്കിയാൽ പലതും പുറത്തു വരും. അല്ല, അതിപ്പം അങ്ങനെ പുറത്ത് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനെ പറ്റി സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ശബരിമലയാണ് കുറേ കാലമായിട്ട് പിണറായിയുടെ പുറകെ നിൽക്കുന്നത്, അല്ലെങ്കിൽ പിണറായിക്ക് ബാധ്യതയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം. അത് നമ്മൾ നേരത്തെ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ കോടതി സ്ത്രീ പ്രവേശനത്തിൻ്റെ വിഷയത്തിൽ പാർട്ടി എടുത്ത നിലപാട് പൂർണ്ണമായിട്ടും പാർട്ടിക്ക് എതിരായിരുന്നു. പാർട്ടി അന്ന് ഒരു നിലപാടെടുത്തത് പാർട്ടിക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതിയാണ്. അതിനകത്തൊരു ഏകീകരണം, അതായത് ഈ ശബരിമല സമ്പന്നരുടെ കയ്യിലാണ്, അല്ലെങ്കിൽ ഈ ഹിന്ദുക്കൾക്കിടയ്ക്കകത്ത് വീണ്ടും ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി, അതായത് സാധാരണക്കാരൻ്റെ അമ്പലമാണ് ശബരിമല, അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ഒരു ട്വിസ്റ്റ്. അതിനാണ് ഈ വെള്ളാപ്പള്ളിയും മറ്റവരെ മറിച്ചവരൊക്കെ. പക്ഷേ അത് നേരെ തിരിച്ചു. ശബരിമലയുടെ കാര്യം വന്നപ്പം അതിനകത്ത് ജാതിമത ഭേദമന്യേ എല്ലാവരും ശബരിമലയുടെ വിഷയത്തിൽ ഒന്നിച്ചു നിൽക്കുകയും പിണറായിയുടെ നിലപാട് പിണറായിക്ക് രാഷ്ട്രീയ ഗുണമല്ല, ദോഷമാണ് ഉണ്ടാക്കിയെന്ന് നമ്മൾ കാണുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഈ വീടുകൾ കയറി ഇറങ്ങി പിണറായി വിജയനും അല്ലെങ്കിൽ CPM-ഉം ഞങ്ങൾ ഈ ശബരിമലയിൽ ചെയ്ത കാര്യം തെറ്റായിപ്പോയി, അതിനകത്ത് തിരുത്തൽ വരുത്തുന്നു, അതിനുവേണ്ടി ശബരിമല ഇപ്പം ആ നിലപാടിന് ശേഷം ശബരിമലയ്ക്ക് അനുകൂലമായിട്ട് നമ്മൾ കണ്ടില്ലായിരുന്നു ഈ പറയുന്ന ശബരിമല അയ്യപ്പ സംഗമമൊക്കെ നടത്തുന്നു. അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് പിണറായി വിജയൻ പറയുന്നു ഞാനാണ് അയ്യപ്പൻ, തത്വമസി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ നീയാകുന്നു, ഞാനാണ് അയ്യപ്പൻ വാങ്ങുന്നു. അല്ലെങ്കിൽ അതിനുശേഷം CPM-ന്റെ സെക്രട്ടറി പറയുന്നു ഏതൊരു വിശ്വാസികളുടെയും കൂടെയാണ് ഞങ്ങൾ, വിശ്വാസത്തിന് ഞങ്ങൾ എതിരല്ല. അത് പൂർണ്ണമായിട്ടും ശബരിമലയുടെ വിഷയത്തിൽ ശബരിമല ഭക്തർ ഉന്നയിച്ച ആശയങ്ങളോടും അല്ലെങ്കിൽ താല്പര്യങ്ങളോടും പൂർണ്ണമായിട്ടും നിൽക്കുന്ന ഒരു പാർട്ടി എന്ന രീതിയിലേക്ക് പറഞ്ഞ് നിൽക്കുന്ന ഒരു അവസരത്തിലാണ് സ്വർണ്ണക്കൊള്ള വരുന്നത്. സ്വർണ്ണക്കൊള്ള വന്നപ്പം ഈ ദ്വാരപാല ശില്പത്തിൻ്റെ അല്ലെങ്കിൽ വാതിൽപ്പടിയുടെയും കാര്യം വന്നപ്പോൾ അതിനകത്ത് ഇതുവരെ അകത്തായത് ഉദ്യോഗസ്ഥന്മാരൊഴികെ ഉള്ളവർ മൊത്തവും CPM-ആണ്. അതിനകത്ത് പ്രധാനപ്പെട്ട നേതാക്കന്മാർ പിണറായിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനായിട്ടും പിണറായിയുടെ മെയിൻ സ്ട്രീമിൽ വരുന്നതിന് VS-ൻ്റെ പാർട്ടി കയ്യിലിരുന്ന കാലത്തും പിണറായിയുടെ കൂടെ നിന്ന ആളാണ് ഈ പത്തനംതിട്ടയിൽ നിന്നുള്ള ഈ പത്മകുമാർ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ. വളരെ പുറകോട്ട് പഴക്കമുള്ള ആളാണ്, മുൻ MLA ആണ്, പിണറായിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്, നേരിട്ട് അറിയാവുന്ന ആളാണ്. അപ്പം ഇതിനകത്ത് അറസ്റ്റിൽ വന്നപ്പോൾ പപ്പൻ വന്നു. അതിന് മുമ്പത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടല്ലോ വാസു ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് വാസുവൊക്കെ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരാണ്. പാർട്ടി പ്രധാനപ്പെട്ട പോസ്റ്റുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാർ, വിശ്വസ്തയോടുകൂടി കേൾക്കുന്നത്. അപ്പോൾ ഇവർ പുറത്തായപ്പം ഇതിനകത്ത് ശബരിമല കൊള്ളയുടെ വിഷയം വന്നപ്പോൾ പാർട്ടിക്ക് ചില തെറ്റുകൾ പറ്റി. അല്ലെങ്കിൽ ഇതിനകത്ത് ശബരിമല ഭഗവാന്റെ ഒരു തരി സ്വർണം ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പാർട്ടിയല്ല എന്ന് നമ്മൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് പറയുമ്പം, അല്ലെങ്കിൽ അവരെ പാർട്ടിക്കകത്ത് കമ്മ്യൂണിസ്റ്റ് അല്ലാത്തവർ പാർട്ടിക്കകത്തുണ്ടായിരുന്നു, അവരെ നമ്മൾ തിരിച്ചറിയുന്നു, അവരെ ഒഴിവാക്കുന്നു. ഏറ്റവും അവസാനം ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നവരെ എല്ലാം പാർട്ടി സംരക്ഷിക്കത്തില്ല, അതിൻ്റെ പുറകിലില്ല എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഇടയ്ക്കിറങ്ങി ഈ ശബരിമല കൊള്ളയ്ക്കകത്ത് ദീർഘമായിട്ട് നടക്കുന്ന കൊള്ളയാണ്. അല്ലെങ്കിൽ ഇതിനകത്ത് ഈ പറയുന്ന സോണിയാഗാന്ധിക്കും കോൺഗ്രസ് നേതാക്കന്മാർക്കും കോൺഗ്രസിനും ഒക്കെ പങ്കുണ്ട് എന്നുള്ള രീതിയിൽ 2004 തൊട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയ ആരാണെന്നുള്ള രീതിയിൽ വ്യക്തത വരുത്തിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ കൊള്ളയ്ക്കകത്ത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നടക്കുന്ന പ്രചരണത്തിനപ്പുറം ദീർഘകാലമായിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ ഈ പോറ്റി എന്ന് പറയുന്ന ആളുടെ കൊള്ള ഓർഗനൈസ് ചെയ്തതും അതിനകത്ത് കൊള്ള നടത്തിയതും UDF ആണെന്ന് വരുന്ന രീതിയിലെ കാര്യങ്ങൾ വരിക. അത് പുറകോട്ട് പരിശോധിച്ചിട്ട് ശബരിമലയിൽ നടന്ന കൊടിമരത്തിൻ്റെ കൊള്ളയും ഒരുപക്ഷെ ഈ 18-ാം പടിയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട അഴിമതിയും ഒക്കെ നടന്നത് UDF-ന്റെ കാലത്താണ്. അതിനകത്ത് ഒരുപക്ഷെ UDF-ന്റെ ഒരു മന്ത്രി ഉണ്ടല്ലോ, ആരാ UDF-ന്റെ കാലത്തിരുന്ന മന്ത്രി ശിവകുമാർ. ആ ശിവകുമാറുണ്ട്, അവിടെ കമ്മീഷണറായിട്ടിരുന്ന ശിവകുമാറിന്റെ അനിയനാണ്, ജ്യേഷ്ഠനാണ് സെക്രട്ടറി. അയാളുടെ പേരിലൊക്കെയുള്ള അലിഗേഷൻ ഒരുപക്ഷെ കോൺഗ്രസ് ഇടപെട്ട് നിർത്തിയതാണ്.
കോടികളുടെ അലിഗേഷനാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ കോടികൾ അടിച്ചു മാറ്റി. ഇപ്പോൾ ഏറ്റവും അവസാനം വ്യാജവാഹനത്തിൻ്റെ വിഷയം വരുമ്പം, അല്ലെങ്കിൽ ഇതിനകത്ത് അജയ് തറയിൽ നമ്മൾ പറയുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ നിയമപരമല്ലാത്ത കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഈ വാജിവാഹനം ശരിക്കും അവിടുന്ന് അടിച്ചു മാറ്റി വിറ്റെന്ന് പറയുന്നു. വിറ്റിടത്തുനിന്ന് ഈ പ്രശ്നം വന്നപ്പോൾ തന്ത്രി തിരിച്ച് വീട്ടിൽ കൊണ്ടുവച്ചാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ ശബരിമല കൊള്ള നടത്തുന്നതിനും അല്ലെങ്കിൽ കൊള്ള വ്യാപകമായിട്ട് വളരെ ദീർഘമായിട്ട് നടന്നതിൻ്റെ അകത്ത് അതിൻ്റെ പങ്കാളിയായിട്ടുള്ളത്, അതിൻ്റെ കസ്റ്റോഡിയനായിട്ടുള്ളത് ഒരുപക്ഷെ കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് തലയിലേക്ക് ഇത് വരുന്നു, അല്ലെങ്കിൽ സോണിയാഗാന്ധി വരെ ഇതിനകത്തുണ്ടോ എന്ന് ആശങ്കപ്പെടത്തക്ക രീതിയിൽ സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ടാകുന്നു. അതെല്ലാം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അന്വേഷണം ആ രീതിയിലേക്കൊക്കെ പോകുന്നു, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് വാജിവാഹനത്തിൻ്റെയും അജയ് തറയിലിൻ്റെയും ഒക്കെ രീതി അടുത്തേക്ക് അന്വേഷണം പോകുന്നു. അതിനുശേഷം അടൂർ പ്രകാശിലേക്ക് വരുമോ, പത്തനംതിട്ട MP ആൻഡ്വാനിലേക്ക് വരുമോ, സോണിയാഗാന്ധിയിലേക്ക് വരുമോ, അല്ലെങ്കിൽ അത്തരത്തിൽ വരേണ്ടതല്ലേ, അത്തരത്തിലുള്ള കാർട്ടൽ ഇതിൻ്റെ പുറകിൽ ഇല്ലേ എന്നുള്ള രീതിയിലൊക്കെ വരുമ്പോഴാണ് ഇവർ ഈ രീതിയിലൊക്കെ പ്രചരണം സാധാരണ ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിക്കാൻ കയറി ഇറങ്ങുമ്പോൾ ഒരു ചോദ്യത്തിന് മുമ്പിൽ പാളിപ്പോവുക പപ്പൻ്റെ ഒരു കാര്യം. അവിടെ ശരി, ഇതെല്ലാം പറയുന്നത് ശരിയാണ്. നിങ്ങൾ ഈ പറയുന്നത് പോലെ കള്ളനാണ്, കൊള്ള നടത്തിയവനാണ്, അല്ലെങ്കിൽ അതിനകത്ത് പാർട്ടിക്ക് അറിവില്ല, കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ളവൻ ഇത്തരത്തിൽ കള്ളത്തരം നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് സ്ഥാനമില്ലെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പപ്പനെ ഇതുവരെ പാർട്ടി നടപടിക്ക് വിധേയമാക്കിയില്ല? പപ്പനെ എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ല? ഈ ഒരു ചോദ്യത്തിന് മുമ്പിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പിണറായി വിജയൻ എന്ന് വേണം. അല്ലെങ്കിൽ പിണറായി വിജയനാണല്ലോ ഇപ്പം അടുത്ത മൂന്നാമതും ലീഡറായിട്ട് നിൽക്കുന്നതും മത്സരിക്കുന്നതും CPM-ൻ്റെ മുഖമായിട്ടുള്ളതും, അല്ലെങ്കിൽ ഇപ്പോഴും മുഖമായിട്ട് ഇരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ആൾ. പിന്നെ അത് പങ്കില്ലെന്ന് പറയുമ്പോൾ പങ്കില്ലാത്തവനെ, കമ്മ്യൂണിസ്റ്റിൻ്റെ ആശയത്തിന് വിരുദ്ധമായിട്ട് നിൽക്കുന്നവനെ, ഈ പറയുന്ന പോലെ അമ്പലം കൊള്ളയടിക്കുന്നവനെ, ഇത്തരത്തിൽ നിങ്ങളുടെ നിലപാടിന് കൂടെ നിന്നിട്ട് നിങ്ങളെ വഞ്ചിച്ചവനെ എന്തിന് നിങ്ങൾ വീണ്ടും സംരക്ഷിക്കുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ മുമ്പിൽ ഒരുപക്ഷെ പതറിയിട്ടുണ്ടാവാം. തന്നെ പറഞ്ഞതുപോലെ ആ ചോദ്യം ഇനിയും ചോദിക്കുന്നതിന് കൃത്യമായ മറുപടി ഉണ്ടാക്കിയതിന് ശേഷം ഈ പറയുന്ന ജനങ്ങൾക്കിടയിൽ കയറി ഈ വരുന്ന വിഷയങ്ങൾ, ശബരിമല കൊള്ള, അതിനകത്ത് പാർട്ടിക്കകത്തൊരു പങ്കുമില്ല, പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പുറകിൽ പാർട്ടി ഉണ്ടാകത്തില്ല എന്ന് ജനത്തിന് സംശയമില്ലാത്ത രീതിയിൽ ബോധ്യപ്പെടുത്തുന്ന ഒരു ഉത്തരവുമായിട്ട് ഇനി ഇറങ്ങാനൊക്കത്തുള്ളൂ. ആ ഉത്തരവുമായിട്ട് ഇറങ്ങണമെങ്കിൽ ഒരുപക്ഷെ പപ്പനെ പാർട്ടിയിൽ നടപടിയെടുക്കേണ്ട ഒരു അവസരം. പപ്പനെ പാർട്ടി നടപടിയെടുത്താൽ പപ്പൻ എന്തെങ്കിലുമൊക്കെ പറയുമോ? എന്തുകൊണ്ട് പപ്പനെയും വാസുവിനെയും പാർട്ടി സംരക്ഷിക്കുന്നു? ആ ഒരു ചോദ്യത്തിൻ്റെ പിറകിൽ പപ്പനെ പാർട്ടി കൈവിട്ടു എന്ന് പപ്പന് ബോധ്യം വന്നാൽ പപ്പന് സ്വതന്ത്രമായിട്ട് സംസാരിക്കാനാക്കും. സ്വതന്ത്രമായിട്ട് പപ്പൻ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിനകത്ത് ഈ കൊള്ളയ്ക്കകത്ത് CPM-നും അല്ലെങ്കിൽ നേതാക്കന്മാർക്കും അല്ലെങ്കിൽ വലിയ വലിപ്പത്തിലുള്ള ആൾക്കാർക്കും പങ്കുണ്ടോ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഭയം, അല്ലെങ്കിൽ അത്തരത്തിലൊരു വെളിപ്പെടുത്തൽ പപ്പൻ നടത്തുമോ എന്നുള്ളൊരു ഭയം ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പാർട്ടി ഈ പറയുന്ന പപ്പൻ എന്ന് പറയുന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കാര്യത്തിൽ, ഈ അല്ലെങ്കിൽ തീരുമാനത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയോ ഒളിക്കുന്നു, മറക്കുന്നു, ഭയപ്പെടുന്നു എന്ന് വേണം കരുതാൻ. ഏതായാലും ജനങ്ങളുടെ ഈ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ കൃത്യമായ ഒരു തീരുമാനം പാർട്ടി എടുത്തേ മതിയാകൂ. അതിനുശേഷം ഇനി വീട്ടിൽ കയറത്തുള്ളൂ. അല്ലെങ്കിൽ ചോദിക്കുന്നവർ, നേതാക്കന്മാർ നേരിട്ട് ചോദിക്കാനല്ലെങ്കിൽ പണ്ടൊക്കെ അങ്ങനെ നേതാക്കന്മാർ കയറി പറഞ്ഞാൽ കേൾക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ ആൾക്കാർ നേരിട്ട് ചോദിച്ചു തുടങ്ങി. കാരണം അതേ രീതിയിലേക്ക് ആൾക്കാർ പ്രബുദ്ധമായി വളർന്നു. ആർക്കും ആരെയും അങ്ങനെ ആശ്രയിക്കേണ്ട ഒരവസ്ഥയൊന്നും ഇല്ല. ശരിയാണോ, ഞങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കും, ബോധ്യമില്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കാൻ വന്നാൽ നിങ്ങൾ നേരിട്ട് സംസാരിക്കും. അപ്പോൾ ഈ ഒരു കാര്യത്തിനകത്ത് പപ്പനെതിരെ നടപടി എടുക്കാത്തത് ഒരുപക്ഷെ പപ്പൻ വാ തുറന്നാൽ അത് പിണറായിലേക്കോ, പിണറായി ഗവൺമെൻറ്റിലേക്കോ, CPM-ലേക്കോ, ഉന്നതരിലേക്കോ ഒക്കെ എത്തുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് തന്നെ ആവാം.